എല്ലാവർക്കും നമസ്കാരം. ചേട്ടൻ്റെയും ചേച്ചിയുടെയും പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന നല്ല തിക്കായ സ്വാദിഷ്ടമായ വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് വിവാഹ പാർട്ടികളിലും മറ്റും തയ്യാറാക്കുന്നത്, അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം. അറിയാമല്ലോ, കുറുമയിൽ ഏറ്റവും പ്രധാനം വെജിറ്റബിൾസ് ആണ്. അപ്പം വെജിറ്റബിൾസ് കാണിച്ചതുപോലെ വൃത്തിയായിട്ട് കഴുകി ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. വെജിറ്റബിൾസിന്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് കടുക് വറുത്ത് അതിലേക്ക് സവാളയും ചുവന്നുള്ളിയും അരിഞ്ഞിട്ട് അതിനകത്ത് പച്ചമുളക് തക്കാളിക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അത് നന്നായിട്ട് അടുപ്പത്തിട്ട് ഒന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കുക. ആ വെജിറ്റബിൾസ് അല്ലാതെ ഇതേപോലെ സ്ലോ കുക്കിങ്ങിൽ നന്നായിട്ട് അടുപ്പത്ത് കിടന്ന് വേവണം. അടുപ്പത്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിക്ക് പിടിക്കാതിരിക്കാനും പുകയാതിരിക്കാനും വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. വെജിറ്റബിൾസ് എല്ലാം വെന്തു എന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മസാലയുടെ അളവും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കാം. ഈ സമയത്തും ഈ പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊടി പച്ചമണം മാറുന്നിടം വരെ വൃത്തിയായിട്ട് അടുപ്പത്തിട്ട് ഇളക്കണം. ഇനി ഇവ വേവേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എന്നിങ്ങനെ എത്ര പാല് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ എടുത്ത പാല് നമ്മൾ 3.5 പാൽ എടുത്തു. അതിൽ ആദ്യം നമ്മൾ 2-ാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഇവനെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. 2-ാം പാൽ ഒഴിച്ച് നല്ലപോലെ വെന്ത് കഴിയും. ആ നമ്മൾ 3-ാം പാൽ ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറുകുന്ന അനുസരിച്ചുള്ള ഡെൻസിറ്റിക്ക് വേണ്ടി മാത്രമേ നമ്മൾ 3-ാം പാൽ ആവശ്യം ചേർക്കത്തുള്ളൂ. 3-ാം പാൽ ചേർക്കുന്നു. 3-ാം പാൽ ചേർത്ത് നമ്മൾ വൃത്തിയായിട്ട് ഇവനെ അടുപ്പത്തിട്ട് വേവിക്കും. വേവിച്ചൊന്ന് കുറുകി വരുമ്പോൾ തേങ്ങ അരച്ചതും ചേർത്ത് വൃത്തിയായിട്ട് നമ്മൾ ഇവനെ ഇളക്കി അങ്ങോട്ട് വേവാൻ വെക്കും. ശ്രദ്ധിക്കണം, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അത്യാവശ്യം നല്ലതുപോലെ അടിയിൽ തീയും വേണം. കാരണം ഇവൻ വെന്ത് കുറുകണം. അറിയാമല്ലോ, തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തേങ്ങാപ്പാലും മസാലയും വെജിറ്റബിൾസും കൂടി ചേരുമ്പോൾ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റാണ് ഇവനെ ഏറ്റവും സൂപ്പറാക്കി മാറ്റുന്നത്. കടലെ നീരാവി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല രീതിയിൽ അവൻ തിളച്ചു വരുന്നുണ്ടെന്ന്. അതിനുശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. തേങ്ങാപ്പാൽ ചേർത്തിട്ടും ഇത് വൃത്തിയായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അവൻ ഇനി അടുപ്പത്ത് കിടന്ന് നന്നായിട്ട് തിളച്ചു പറ്റും. അവിടെ തിളക്കട്ടെ. അപ്പം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സ്നേഹം ഞങ്ങളുമായി പങ്കിടുക. ഇവന് ഒരുവിധം തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വെന്തു എന്ന് ഉറപ്പായി ഏകദേശം ഒന്ന് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ കഷ്ണങ്ങളൊന്നും ഇതൊന്നും ഉടഞ്ഞ് വൃത്തിയായിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് വൃത്തിയായിട്ട് ഇളക്കി തവി കൊണ്ട് വൃത്തിയായിട്ട് ഇളക്കി ഉടച്ചു കൊടുക്കണം. കാരണം വെജിറ്റബിൾസ് ഉടയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ വരുന്നത്. ഇത് കണ്ടില്ല, ഗ്രീൻ പീസ് നമ്മൾ ചേർത്തു, ആവശ്യമുള്ള ഗ്രീൻ പീസ് ചേർത്തു. ഇനി നല്ലതുപോലെ ഇവൻ വെന്ത് ഇറങ്ങണം. അതാണ് ഏറ്റവും വലിയ പ്രധാനം. നമ്മൾ സ്ലോ കുക്കിങ്ങിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അവൻ വെന്ത് ഇറങ്ങി കുറുകി കഴിയുമ്പം തനിപ്പാൽ ഒഴിക്കുക. അതാണ് തനിപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. തനിപ്പാൽ ഒഴിച്ച് കുറുക്കിയെടുക്കുക. അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് ആവശ്യത്തിന് നെയ്യും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ കുറുമ റെഡിയാണ്. കണ്ടില്ലേ, കണ്ടാൽ തന്നെ നമുക്ക് ഒന്ന് കഴിക്കാൻ തോന്നും. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസിന് ഞങ്ങളെ ഫോളോ ചെയ്യുക.